ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഷിക്കാസ് വേൾഡ് മലയാളം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മണി പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൂത്രമാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ മണി പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇതുപോലെ കട്ടിങ്സ് എടുത്ത് വെച്ച് കൊടുക്കാറാണല്ലേ പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ മണി പ്ലാന്റ് ഉണ്ടല്ലോ, അതിൻ്റെ കട്ടിങ്സ് ഇതുപോലെ നോഡ് നോക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഇലകളുടെ ഷേപ്പ് ഡിഫറെൻറ്റ് ആയിരിക്കില്ല, അതൊന്നും കാര്യമാക്കണ്ട. അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നോട്ട്സ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ അടുക്കി കൊടുക്കുക കേട്ടോ. അടുക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ബൊക്കെയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പെറ്റൽസ് വെച്ച് കൊടുക്കുന്ന പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഷേപ്പ് ആക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ അവസാനമുള്ള ആ കുനിന്തല പോലും കളയണ്ടെന്ന് പറഞ്ഞ് വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ അത് വെക്കുമ്പോൾ കുറച്ച് ഓറാവുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനത് അടിയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മേലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വളർന്നു വരും, അപ്പോൾ ഇത് ഒരു ഭംഗി പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്ക് ഒരു നല്ല പോട്ട് നിറഞ്ഞ് നിൽക്കുന്ന രീതിക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് നിൽക്കുന്നുണ്ട് അല്ലേ. ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ റബ്ബർ ബാൻഡോ എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ റബ്ബർ ബാൻഡ് ഇല്ലാത്തതുകൊണ്ട് മോളുടെ ബാൻഡാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സായി എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയാണ് കേട്ടോ. ശേഷം നമ്മൾ അതിൻ്റെ കട്ടിങ്സ് കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് പോട്ട് നിറഞ്ഞാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.